ഇന്ന് ടൊറന്റോ ഡൗൺ ടൗണിലെ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യയുടെ കളി നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലക്ഷക്കണക്കിന് പേര് പോകുന്ന ആ വഴിയിലെ കുറച്ച് ചെറുപ്പക്കാരെ സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ നടത്തുന്നു. ഒരു കാത്തലിക്കായ ഞാൻ ഇങ്ങനത്തെ ടീംസുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വെക്കാനാണ് ശീലിച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറയാം എന്നെ അറിയാവുന്ന എൻ്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മലയാളികളാണോ ചോദിച്ചപ്പോൾ അവർ പറയാം ഞങ്ങൾ എല്ലാവരും മലയാളികളാണ് ചേട്ടാന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാനഡയിലെ വേൾഡ് കപ്പ് നടക്കുന്ന വേദിയുടെ തൊട്ട് മുമ്പിൽ സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന ഇവര് ആരാണ്, എന്താണ് ഇവരുടെ പരിപാടി എന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. കാനഡ സ്ട്രീറ്റ് മിനിസ്ട്രി എന്നാണ് ഇവരുടെ പേര്. കഴിഞ്ഞ 6ഓളം വർഷങ്ങളായിട്ട് കാനഡയിലെ പല സിറ്റീസിലെ ഹോംലെസ്സുകളുടെ ഇടയിലെ സർവീസ് ഫോക്കസ് ചെയ്യും, ഒരുപാട് ജീവിതങ്ങളിൽ പ്രത്യാശ പകരുകയും ചെയ്യുന്ന ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഇവര്. ഈ ഒരു ഒറ്റ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആയി. ഒരു 500 മീറ്റർ മാറി മറ്റ് പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ബൂത്തുകൾ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കൂട്ടരുടെ അടുത്ത് ആ വഴി കൂടെ പോകുന്നവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതി വളരെ പോസിറ്റീവ് ആയിരുന്നു. സൈനുകൾ പിടിക്കുന്ന വോളണ്ടിയേഴ്സിന്റെ എണ്ണം കൂടി വരുന്നതായിട്ടും ഞാൻ ശ്രദ്ധിച്ചു. ഇതേ യുവാക്കൾ തന്നെ നല്ല വേർഷിപ്പ് സോങ്സ് പാടുകയും ആ വഴി കൂടെ പോകുന്ന ഒരുപാട് പേര് അത് ആസ്വദിക്കുകയും ഇവരോടുള്ള സപ്പോർട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും ഞാൻ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഒരു അനിയന്റെ ഇംഗ്ലീഷിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡെലിവറി ഉണ്ടായിരുന്നു. വചനം എപ്പോഴാണ് ഒരു മനുഷ്യനെ തൊടുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഒരു ലേഡി ആദ്യം നടന്നു പോയതാണ്. അവർ ഫോണിലാണെങ്കിലും തിരിച്ചു വന്ന് ആ ബ്രോഷർ വാങ്ങിച്ച് ഫോൺ കട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ആക്ച്വലി കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ മിനിസ്ട്രിയോടുള്ള സപ്പോർട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഞാനും സൈനൊക്കെ പിടിച്ചു നിന്നു. പോവാൻ നേരം ഫൈനാൻഷ്യൽ ആയിട്ട് ചെറിയൊരു ഡൊണേഷൻ ചെയ്യാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവരിത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന്. സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ ചെയ്യുന്നവരോടുള്ള പുച്ഛം മാറ്റാനായിട്ട് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊരു ഡിഫറെന്റ് കോളാണ്. ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്.